സസഗരെ നീ സസരെ സാ നീ സസഗരെ നീ സസരെ സാ നീ സസഗ എപ്പങ്ങനെ ഇറങ്ങാൻ പറഞ്ഞിരിക്കണെന്നറിയാം. എൻ്റെ ഈ അഞ്ചത്തിനോട് ഒരക്ഷരം ഓള് കേൾക്കൂല. ദാ ഇവളോടും രണ്ടാളോട് രാവിലെ മുതൽ തൊള്ളട്ട് ഇമ്മാനെ തൊള്ളത്തെ വെള്ളം വറ്റിക്കണ്. ഇന്നാണ്ടല്ലേ ഈ പെൺകുട്ടി ഒന്ന് ഇറങ്ങുക. എവിടെ എൻ്റെ അഞ്ചത്തി ഒരക്ഷരം കേൾക്കൂല. മുളകൊണ്ട് പോന്നതിന്റെ ശേഷം ഒക്കെ പോളൊരിഷ്ടത്തിന് അയക്കണ്. റിനു, അപ്പൊ ഇമ്മ പറഞ്ഞൊന്നും കേൾക്കൂല പെരയില്? അത് ശരിയാണ് താ ഇമ്മ പറഞ്ഞത്. ഇമ്മ കൊറേ നേരം അയക്കണ് ഇങ്ങോട്ട് വരണം നിങ്ങളുടെ എത്തുള്ളിച്ചാടിന്. പക്ഷെ ടൈം എത്ര മണിക്കാണെന്നറിയാം? 8 മണിക്കാണ് ഞമ്മളമ്മേ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇങ്ങോട്ട് എത്തുള്ളിച്ചാടിനത്. അത് രാവിലെ 8 മണിക്ക് ഇന്നലെ തുടത്തിക്കണ്. പോണ്ടേ ഒരുങ്ങൂട് തന്നിട്ട് എന്താപ്പത് ഉമ്മാന്റെ കഥ? ഞമ്മളമ്മാന്റെ വിചാരം ഉണ്ടാവേ അന്നെ ഉഗാണ്ടേക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതിരാവിലെ ഒരു പെരേക്ക് കയറി വരുന്നത് മോശമല്ലേ? വിശ്വാസമില്ലാന്നുണ്ടെങ്കിൽ മുട്ടിനോട് ചോദിച്ചോക്ക് എത്ര നേരത്തെ തുടത്തിക്കണ് ഞമ്മളമ്മ പോവുക പറച്ചില്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് വരാനുള്ള ദൂരമുള്ളൂ. ഈ ദിവസം ഇവിടെ വന്നിങ്ങോട്ട് പണിയെടുത്തിരുന്ന പെരന്നല്ലേ, അല്ലാതെ പരിചയക്കുറവിന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇമ്മനിപ്പോ സൂറാത്താനോട് എത്ര പ്രാവശ്യം പൈസ കടം ചോദിച്ചിങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് എൻ്റെ കെയറോപ്പില്. പക്ഷെ ഞമ്മളമ്മ ഉണ്ടല്ലോ, എന്താ പറയല്, ഒരുമാതിരി ഒരു കാട്ടില് ദേഷ്യം വരൂല ഉമ്മാരെ കാട്ടിക്കൂട്ടി കാണുമ്പോൾ. സത്യം പറഞ്ഞത് ഇപ്പൊ എന്റെ മേത്ത് കായി കുറ്റോട്ടമ്മ ഞാൻ ഒന്നും അനുസരിക്കലില്ല എന്നുള്ളത്. ഞാൻ അനുസരിക്കായി അല്ല നൂറ, നമ്മളമ്മമാരുടെ സ്വഭാവം അങ്ങനെയാണ്. കുഞ്ഞോനോട് 11 മണിക്ക് വണ്ടി ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാശിക്ക് ഏൽപ്പിച്ചതാണ്. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നുകൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അല്ല മുട്ടിയ വെറുതെ വണ്ടി പൈസ പോയി. ഈ പെൺകുട്ടിന്റെ വർത്താനം എൻ്റെ ആള് കേൾക്കണ്ട. എൻ്റെ അഞ്ചത്തി അല്ലേ പിള്ളേക്കൂടെ അങ്ങോട്ട് കൂട്ടിപ്പാറി. 8 മണിക്കൊന്നല്ല പെരയത്തെ പണി നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാലോ, കുറച്ചേരം എന്നോട് വർത്താനം പറഞ്ഞ് ഇരിക്കാലോ എന്ന് ഇവറ്റങ്ങളോട് രണ്ടാളോടും പറഞ്ഞു. എവിടെ കേൾക്കാന്? ഇന്റെ തൊള്ളയിലെ വെള്ളം വറ്റിയാന്നല്ലാതെ ഇതും അനങ്ങൂല. പിന്നെ ഇപ്പൊ എന്താ ഈറ്റങ്ങളോട് രണ്ടാളോടും പറയാ? ഞാൻ എന്തായാലേ എൻ്റെ അമ്മായിമാനൊന്ന് പോയി കാണട്ടെ. നമ്മളെ മൂത്തമ്മ ഉണ്ടല്ല വർത്താനം പറഞ്ഞ് അതിനിട്ട് ഇങ്ങോട്ട് ചടപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ സൂറാത്താക്കും തന്നെ ഒരാളെ വർത്താനം പറയാൻ കിട്ടിയാൽ മതിയല്ല, അതേപോലെ തന്നെയാണ് എൻ്റെ മൂത്തമ്മാക്കും. വർത്താനം പറയാൻ കിട്ടിയാലേ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടുത്തെ ഉമ്മാക്കുണ്ടല്ലോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വർത്താനം പറയാൻ ഒരാളെ കിട്ടിയാൽ മതി. ഇവിടുന്ന് അയൽവാസിന്ന് ഒരു താത്ത വരും. ആ താത്താനോട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്ങാണ്ടാണ്. അതും തന്നെ നല്ല സ്വഭാവമുള്ള ഒരു താത്ത. പിന്നെ ഞാൻ പണിയെടുക്കുമ്പോഴേക്ക് പണിയെടുക്കാനൊക്കെ സഹായിച്ചു തരും. ഞാൻ എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിന്നെ ഇങ്ങനെ സഹായിച്ചു തരും. പിന്നെ ഉമ്മ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കും. നമ്മളൊക്കെ പോലെ തന്നെയാണ് ഉമ്മ. ഒന്ന് പോയോക്കട്ടെ, പെണ്ണാളെ മേ ഇറങ്ങാൻ നോക്കിയിട്ടാ ഇനി കുഞ്ഞോനക്ക് കിറുക്കളക്കും. അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാണ്ട് വരുമ്പോ തന്നെ പറയുന്നുണ്ട് ഉമ്മ അവിടെ പോയി ഇങ്ങനെ ഇരിക്കരുതിട്ടോ, മേ ഇറങ്ങണം എന്നുള്ളത്. ഉമ്മ ഞാൻ പോയിക്കിട്ട് വരാം. മകൊക്കെ തൊടുത്തല്ലേ കൊണ്ടിന്റെ ഉണക്കാറൊക്കെ പൊട്ടിച്ചപ്പോഴേ ചീഞ്ഞാലും കോലൊക്കെ പോയിക്കണം. കുട്ടി വാടി ഇരിക്ക്. ഈ എന്തെങ്കിലും മാറി നിക്കണ് വാ. അവളെ എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ടെ നിന്ന് ആലോചിക്കാം. അവൾക്ക് ഇരിക്കാനൊന്നും ഇപ്പൊ ടൈമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടല്ലോ മുട്ടിയ. നൂറ, എന്റെ അനിയത്തിക്കുണ്ടല്ലോ എന്റെ കല്യാണം കഴിഞ്ഞതിന്റെ ശേ കുറച്ച് കൂടിയിക്കണ്. ഇമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. കുറച്ച് കൊമ്മല കൂടിയിക്കണ്. കൊമ്മലല്ല, എന്തോ ഒരു അഹങ്കാരം വന്ന പോലെ. അന്നെപ്പോലെ ആവാൻ ശ്രമിക്കുകയാണോന്നൊരു തോന്നലുണ്ട്. ഇനി കോളേജ് പോണിയാന്നൊക്കെയാണ് പറഞ്ഞത്. കോളേജ് നിർത്തുകയാണാലാ. പിന്നെ കോളേജ് പോവാതെ റിനു ഈ കളിക്കാൻ നിക്കലട്ടാ, പഠിച്ചുകൊണ്ട് വല്ല ജോലി നേടാൻ നോക്ക്. മുട്ടിയ അവള് വീട്ടിൽ നിർത്തിയെടുത്തിട്ടോ. അവള് കോളേജിൽ പോണില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചോണ്ടി. അവളൊരു മാഞ്ഞാളക്കളി. ഇമ്മൂട്ടിപ്പേ അങ്ങനെ പലതും പറയും. ഈ ഒന്നേ അത് കാര്യാക്കണ്ട. ഇവളുണ്ടല്ലോ നൂറ, ഇന്ന് രാവിലെ മുതൽക്കേ ഇന്നിട്ടുങ്ങാണ്ടേ വാരല് തുടത്തിയാണ്. ഇന്റെ മുന്നിൽ നടന്നിട്ടും ബാക്കിൽ നടന്നിട്ടും വെറുതെ കിടന്നുങ്ങാണ്ടേ ചൊറിയാൻ വരികയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാലോ നമ്മളെ പെരയത്തെ സംഭവം. ഇനിയിപ്പൊ അന്നെ കുറിച്ചിട്ട് ഞാൻ ഒന്നും പറയാൻ പാടില്ല. അപ്പൊ പറയും കാക്ക മലന്ന് വർക്കുണ്ട്, ഒട്ടകം ചാടി പോണ്ട് എന്നൊക്കെ. അങ്ങനത്തെ ഒക്കെ വർത്താനം ഈ എൻ്റെ അനിയത്തി പറയുന്നത്. അല്ലത്താ അളിയനവിടെ ഇക്കേ കുറച്ച് കാര്യങ്ങളെ ചോദിച്ചറിയാണ്ടായിരുന്നു. മൂപ്പരാളതാ അവിടെ കുഞ്ഞോനോടെ പുറത്ത് സംസാരിച്ച് നിൽക്കണ്ടല്ല. അല്ല
അനക്കെന്തപ്പോ പ്രത്യേകിച്ചൊന്ന് ചോദിച്ചറിയാന്? എന്റെ കല്യാണം കഴിഞ്ഞേ മുതൽക്കേ അളിയനോട് ചോദിച്ചറിയാൻ നിൽക്കുകയാണല്ലോ. എന്താ എനിക്ക് ചോദിച്ചറിയാനുള്ളത്? മോളെ പുന്നാര നൂറ, ഈ വല്ലാതെ അങ്ങണ്ട് ഉരുണ്ട് കളിക്കണ്ടട്ടാ. ഞാനെന്താ ചോദിക്കാൻ പോണെന്നുള്ളത് ഇന്റെ എത്താക്ക് നല്ലോ അറിയാം. പിന്നെ അറിഞ്ഞുകൊണ്ടുള്ളേ ഈ അറിയാത്ത പോലത്തെ ചോദ്യം ഉണ്ടല്ല, അത് വേണ്ടട്ടാ. ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞേ പറ്റുള്ളൂ മോളെ. വേണ്ടാത്ത തെങ്ങാനേ അളിയനോട് ചോദിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ ചെവി ഞാൻ പൊന്നാക്കും. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇത്താൻ്റെ ഇടയിലും ഷെറിൻ്റെ ഇടയിലും ആകെ ചമ്മി നിൽക്കാണ്. ഇനി വേണ്ടാത്തത് എങ്ങനെ ഈ എൻ്റെ തിരുവായ തുറന്നിട്ട് അളിയനോട് ചോദിച്ചാൽ സത്യം പറഞ്ഞ റിനോ, ഈ ഇവിടുന്ന് പോണേന്റെ മുന്നേ എൻ്റെ ചെവി ഞാൻ പൊന്നാക്കും. പറഞ്ഞില്ലാന്ന് വേണ്ടട്ടാ. ഈ പെണ്ണെന്താ റിനോ, എനിക്ക് തീരെ നാക്കിന് ലൈസൻസ് ഇല്ല. എൻ്റെ ഇത്താൻ്റെ ഭർത്താവാണ് ഷായി. എന്താ അപ്പൊ ഇങ്ങനെ? അപ്പൊ നാക്കിന് ലൈസൻസ് ഇല്ലാതിരിക്കാളെ കാര്യം ഇപ്പൊ എന്താ പറഞ്ഞ മുട്ടിയ? ഞാൻ എന്താ ചോദിക്കാൻ പോണെന്ന് പോലും പറഞ്ഞിട്ടില്ല. അതിന്റെ മുന്നേ ഇങ്ങനെ കടിച്ചു കീറാൻ വന്നാലാ? ഒന്നും ഉണ്ടാതിരിക്ക്. അളിയനോടത്താ കുറച്ചൊക്കെ ഉണ്ടല്ലോ റിനോ, അടക്കത്തിലും ഒതുക്കത്തിലും വേണം അവനോട് സംസാരിക്കാൻ. അവൻ്റെ ഒരു ചോദ്യം പറിച്ചിരും. എന്താ ഫുള്ള് പറഞ്ഞ ഇമ്മൂട്ടി അവള് തമാശ പറയല്ലേ. അവളിപ്പോ നമ്മളോടല്ലാതെ വേറെ ആരോടെ ഇങ്ങനൊക്കെ പറയല്ലേ? അവളിപ്പോ അത് കാര്യത്തിലാ പറയണത്. അവൾക്ക് എല്ലാതും ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാതിരിക്കോ? അവളെ തമാശ ഉണ്ടല്ലോ കുറച്ച് കൂടുണ്ട്. എനിക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാണ് അവളെ തമാശ. ഷാഹിദിനോട് ഇപ്പൊ ഇവൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലേ അവൻ തമാശ ആയിട്ട് എടുക്കുള്ളൂ. ഇന്ന് രാവിലെ പുറത്തേക്ക് പോയപ്പോ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുള്ളൂ ഇവൾക്ക് എന്തെങ്കിലും കൊണ്ടുവരണോ എന്നുള്ളത്. അല്ല പിന്നെ ഇന്റെ അളിയനൊരു സംഭവല്ലേ, മറ്റുള്ളവരെ പോലെ ഒന്നല്ല. അതല്ലേ ഇത്ര പെട്ടെന്ന് നൂറെങ്ങണ്ട് എത്തിയത്? അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മളെ പെരയില്? എന്താണാവോ എന്നെ കുറിച്ച് ചർച്ച? ഒന്നുമില്ല. ദാ റിനു ഓരോ പൊട്ടത്തരം വിളിച്ച് പറയാണ്. അതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങള്. ആഹാ, പൊട്ടത്തരം നല്ല അളിയ. ഇവളങ്ങനെ പലതും പറയും. നൂറത്താനല്ലേ എവിടുന്ന് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതേ അളിയനൊന്ന് പറ. അതൊക്കെ അറിഞ്ഞിട്ടിപ്പോ എന്താ കാര്യം റിനു? കാര്യം എന്താ അളിയ, നിങ്ങൾ പറയേ. ഇനിയിപ്പൊ നിങ്ങൾ ആരെയാണ് പേടിക്കണത്? ഇപ്പൊ താനെ കല്യാണം കഴിച്ചില്ലേ, ഇനിയിപ്പൊ ആരും പേടിക്കണ്ടല്ലോ. അല്ലെ ഇപ്പൊ പേടിക്കാൻ മാത്രം ഒന്നും ഇല്ലല്ല. വീട്ടുകാർ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ ഇത്താനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അളിയ കാര്യം പറയും. നൂറത്താനെ എവിടുന്ന കണ്ട് ഇഷ്ടപ്പെട്ടത്? നൂറോ, എന്റെ അനിയത്തിന്റെ സംശയം അങ്ങോട്ട് മാറ്റി കൊടുത്താലോ? ഇവൾക്ക് വട്ടാക്ക. ഇവൾ ഓരോ ചോദ്യത്തിനെ ഇക്ക മറുപടി പറയാന്നുണ്ടെങ്കില് ഇക്കാക്ക് പിന്നെ അതിനെ നേരം കാണുള്ളൂ. ഓരോ പൊട്ടത്തരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ വിളിച്ചറിയാണ്. അയ്യേ നൂറങ്ങോട്ട് നോക്ക്. അളിയ ഇങ്ങനെ പറഞ്ഞാണ്ടേ ആളെ പറ്റിക്കരുതിട്ടാ. കഷ്ടമുണ്ട് കേട്ടാ. ഓക്കെ, ഞാൻ പറയാം. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം കിട്ടണം. അളിയ നിങ്ങൾ ചോദിക്കേ, ഉത്തരം മണി മണി പോലെ പറയും ഞാൻ. ഈ മനുഷ്യപ്പതിനുള്ള പുറപ്പെടാം. ഒന്നും മിണ്ടാതിരിക്കടി പെണ്ണെ. ഓക്കെ, ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരൊറ്റ ചോദ്യത്തിന് എനിക്ക് ഉത്തരം എന്താ? എന്താ എന്താ പാളിയ അങ്ങനെ ചോദിക്കാന്? ഇക്ക വേണ്ട, ചോദ്യം വേണ്ട, ഉത്തരം വേണ്ട. ഈ കളിയെ ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ ശരിയാവൂല. റിനു വാ, നമുക്ക് പോവുക. നേരം കൊറായി. നൂറ ഞങ്ങൾ ഇറങ്ങട്ടടി. ഇതിനെ പറ്റിയിട്ടേ ഞാൻ എന്ത് പറയാനാളിയ? എന്റെ ജീവിതത്തിലൊക്കെ നടന്നതേ നിങ്ങൾക്ക് അറിയണ തന്നെയല്ലേ. അങ്ങനത്തെ ഞാനേ അതിനെ പറ്റിയിട്ടേ എന്ത് പറയാനാ? നീ അത് വിട്, കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കണ്ട. ഈ പ്രണയം എന്ന് പറഞ്ഞാല് നിന്റെ അഭിപ്രായത്തിൽ എന്താ? എത്ര അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലേ ജീവിതകാലം മുഴുവണ്ടല്ലോ അളിയ. ഒരുമിച്ച് ജീവിക്കണം. ഒരിക്കലും ആ പെണ്ണിന്റെ കണ്ണ് നിറയാളെ ഇടവരുത്തരുത്. പത്ത് സ്നേഹം എന്ന് പറഞ്ഞാണ്ടേ ഉള്ളിൽ വേറൊരു മുഖം വെച്ചങ്ങാണ്ടേ നടക്കരുത്. പെണ്ണൊരിക്കല്
ഒരാണിന്റെ അടിമാക്കരുത്. ഈ പ്രേമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലേ ചില പൊട്ടി പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരാണിന്റെ സ്നേഹം കണ്ടാലേ അപ്പൊ അയിമാണ്ട് വീണു പോവും. പക്ഷെ ഒരിക്കലും അറിയില്ല പെണ്ണ് ചതിക്കുകയാണോ അത് ആത്മാർത്ഥയാണോ ഒന്നും അറിയില്ല. പ്രേമിക്കാൻ നിൽക്കാന്നുണ്ടെങ്കിൽ ചങ്കുറ്റത്തോടെ പ്രേമിക്കണം, അല്ലെങ്കിൽ പിന്നെ അതിന് നിൽക്കരുത്. ഒരുമിച്ചിട്ടേ സന്തോഷത്തോടെ ജീവിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പ്രേമിക്കാൻ നിൽക്കാൻ പാടുള്ളൂ. അല്ലാതെ വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് കൊല്ലാകൊല ചെയ്യാൻ പാടില്ല. ആഹാ, ഇതാണോ നീ പ്രണയത്തെ പറ്റി പഠിച്ചു വെച്ചിരിക്കുന്നത് റിനുവോ? പ്രണയത്തിന് ആദ്യം വേണ്ടത് പരസ്പര വിശ്വാസമാണ്. മാത്രമല്ല ആണിൻ്റെ മനസ്സ് പെണ്ണും പെണ്ണിൻ്റെ മനസ്സ് ആണും മനസ്സിലാക്കണം. നിൻ്റെ ഈ ഇത്താനെ ഞാൻ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടതാ. എന്താ റിനുവോ, കൂടുതലൊന്നും അറിയണ്ടല്ലോ? അതറിയാളിയാ, ഇക്കുമുട്ടിക്ക് നല്ലവണ്ണം അറിയാം. ഞങ്ങളിപ്പേ അത് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇത്താൻ എത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഭയങ്കര മനസ്സിലാക്കലല്ലേ, ഇനി ഞാൻ നാണം കെടാനൊന്നുമല്ല. വരി മക്കളെ, നേരം പാടായി. കുഞ്ഞോക്കാക്ക് അതവിടെ കിടന്നുങ്ങാണ്ട് ചൂടാണ് പോവുകയെന്ന് അറിഞ്ഞാണ്ട് വരി. ഓനക്ക് എവിടേക്കെങ്കിലും പോവാണ്ടാവും, കളിക്കാൻ എവിടേക്കെങ്കിലും പോവാണ്ടാവും. ഒരു ഫുട്ബോൾ കളിന്റെ മരമാണല്ലോ ഇപ്പോൾ മാപ്പിള. വരി, ഞങ്ങൾ ഇറങ്ങിട്ടോ മോനെ. ആ ഇറങ്ങുമ്മ. ഇമ്മ പറഞ്ഞി നൂറ വാങ്ങിയ സ്ഥലത്തിനെ ഇതാണ് പൈസ കൊടുത്തത് എന്നുള്ളത്, 5 ലക്ഷം ഉറുപ്പ്യേ. മക്കളെ, 100 വാങ്ങിയ സ്ഥലത്തിന് 10 ലക്ഷം ചെയ്യുന്നാലാ. പക്ഷെ 5 ലക്ഷം മോനാണാല കൂട്ടിയിരിക്കണത്. അത് ഇപ്പോൾ ഈ പൊട്ടിക്കാളിക്ക് അറിയില്ല. ഇവളോട് പറഞ്ഞിരിക്കണത് 5 ലക്ഷം ഉള്ള സ്ഥലത്തിന് നിന്നാണാല. ഇപ്പോഴാണ് ഇപ്പൊ സൂറാത്ത പറഞ്ഞത് ഇന്നോടേ. എന്നാ ഞങ്ങൾ ഇറങ്ങി മോനെ. വരി മക്കളെ, കുഞ്ഞോൻ അത് 4 കാലുമ നിക്കണ്, നേരെ എമ്പാടുമായി. ഇജേ നൂറനെ കൂട്ടിയിട്ട് ഒരു ദിവസം അങ്ങോട്ട് വരും വേണ്ടിട്ടോ മോനെ നിക്കാന്. എന്നാ വരി, വരി. ഞങ്ങൾ പോയി. ആ വരാം. ഇത്ത ഞാൻ പോയി. റിനു, ഇത്താന്റെ കുട്ടി കോളേജ് ഒഴിവാക്കരുത് കേട്ടാ. ഒരു ജോലിക്കും പോകണ്ട. ഇപ്പൊ കുഞ്ഞോകാക്കുണ്ടല്ലോ നാട്ടില്. കുഞ്ഞോകാക്കല്ലേ പറഞ്ഞത് ഇനി പോണില്ലോ ഗൾഫിക്ക് എന്നുള്ളത്. ഇവിടെ എന്തോ കട ഇടുക എന്നുള്ളത്. എൻ്റെ കുട്ടീൻ്റെ പഠിത്തം എൻ്റെ കുട്ടി നിർത്തരുത് കേട്ടോ. ഇതൊക്കെ ഉമ്മാക്ക് താങ്ങായിട്ട് എന്നെ ഉള്ളൂ കേട്ടാ. ഇല്ല, ഞാൻ പഠിപ്പ് മുഴുവനാക്കും. എന്നോട് കുഞ്ഞോനും പറഞ്ഞ് പഠിച്ചുകൊണ്ടിന്നുള്ളത്. ഇവള് ഓരോന്ന് പറയാണ്. ഇവളെ വാക്കും കേട്ടുങ്ങാണ്ടേ ഇത്ത ഞാൻ പിടിച്ച് കയറണ്ട. ഞാൻ പഠിപ്പ് മുഴുവനാക്കും. അങ്ങോട്ട് വാ കൊലായ്മക്ക്. ഞങ്ങളിന്ന് ഇറങ്ങി. അളിയാ ശരി. നൂറ, ഞങ്ങൾ പോയടി. എടി ശരിക്കും ഈ അറിഞ്ഞിട്ടില്ല സ്ഥലത്തിന് 10 ലക്ഷാന്നുള്ളത്. ഈ ഇപ്പൊ ചെല്ലും മുട്ടിയ ഞാൻ വിളിക്കണ്ട. എനിക്ക് ഇമ്മാനെ നോക്കണട്ടടി. ഇമ്മാന്റെ ശ്വാസം മുട്ടിന്റെ ഉള്ളിലേക്ക് നേരത്തിന് എടുത്തു കൊടുക്കണട്ടാ. ഇമ്മാക്കൊരു മറവിയുള്ളതാണ്, എനിക്കറിയണ തന്നെ അല്ലേ. പണിന്റെ തിടുക്കത്തില് അങ്ങനെ നടക്കും. ഞാൻ അവിടെ ഉണ്ടാവുമ്പോളേ ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കലാണ്. ആ ശ്വാസം മുട്ടിന്റെ ഉള്ളിലേക്ക് കുടിച്ചില്ലാന്നുണ്ടെങ്കിലേ ഈ തണുപ്പിനെ അസുഖം കൂടുള്ളൂ. നോക്കണട്ടോ മുട്ടിയ. ആടി, ഈ ആ കാര്യത്തിൽ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കൊണ്ട് ഉമ്മാനെ. ഷായിദേ, ഞങ്ങൾ ഇറങ്ങിട്ടാ. പോയടി എന്നാല്. പോയി. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാനേ നിന്റെ ആങ്ങളെൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ഇമ്മ പറഞ്ഞത് ശരിയാണക്ക. ഇന്റെ മോന്നേ ഇപ്പൊ തന്നെ പോവൂല. ഞാൻ അങ്ങോട്ട് ചെല്ലാതെ പോവൂല. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തരിക്ക. ഇമ്മ പറഞ്ഞത് ശരിയാണാ? പെണ്ണെ, അത് ഞാൻ നിന്നോട് പറയാനിരിക്കായിരുന്നു. വേണ്ടക്ക, ഇക്കൊന്നും കേൾക്കണ്ട. ഇന്നോടൊന്നും മറച്ചു വെക്കൂലെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെച്ചപ്പോളാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി എന്നോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ. എടി പെണ്ണെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇമ്മയും പറഞ്ഞില്ല, ഷെറിയും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എല്ലാരും കൂടി ഞാൻ പൊട്ടത്തിയാക്കിയേന്.
ഇപ്പൊ എല്ലാരും മുന്നിലും നോണം കെട്ടിയില്ല. അത് പിന്നെ ഇക്കൊന്നും കേൾക്കണ്ട, ത്തോളം മതിയിക്കും. ഈ പെണ്ണ് മൂത്തമ്മ, എന്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അവിടെ എന്റെ കുട്ടീന്റെ മുഖത്തെ നല്ലോ സന്തോഷമുണ്ട്. പൂനിലാവ് വെച്ച പോലെ ഉണ്ട് എന്റെ കുട്ടീന്റെ മുഖം കാണാൻ. കണ്ടപ്പോഴാണ് നല്ലോ സമാധാനായത്. ആ, അതൊക്കെ എന്റെ ആള് പറഞ്ഞതേ ശരി തന്നെയാണ്. നൂറക്ക് ഇപ്പേ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഓൾക്ക് അവിടെ ഒരു കുഴപ്പമുണ്ടാവൂല. അതല്ല, ഇന്റെ ആളിപ്പോ എന്തിനാണ് നൂറന്റെ മുന്നിന്നേ അന്റെ മരുവനോടെ സൂറ പറഞ്ഞ കാര്യം പറയാൻ പോയത്? ആ എന്താ ആവശ്യം ഉണ്ടായിട്ടേന്ന്? എന്ത് കാര്യം മൂത്തമ്മ? ഞാൻ എന്ത് കാര്യം പറയാൻ പോയനി? ഓന്റെ സേനോ, ഇജ് ഇങ്ങോട്ട് വരുന്ന ടൈമില് ഇജ് പറഞ്ഞില്ലേ അന്റെ മരുവനോട് നൂറക്ക് സ്ഥലം വാങ്ങാനേ 5 ലക്ഷം ഉറുപ്യ കൊടുത്തത് അന്റെ മരുവാനാണെന്ന് സൂറ പറഞ്ഞിന്നുള്ളത് അയച്ച് പറഞ്ഞില്ലേ സൈനോ? ആ, അത് ഞാൻ പറഞ്ഞേ. അതിനിപ്പോ എന്താ കുഴപ്പം? അതിപ്പോ എന്നോട് സൂറാത്ത പറഞ്ഞതല്ലേ. അല്ലെങ്കിലും നല്ലൊരു കാര്യം തന്നെയല്ലേ ഇപ്പൊ അത്. നല്ല കാര്യമൊക്കെ തന്നെയാണ് എന്റെ കുട്ടിയെ. നല്ല കാര്യമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇജത് പറഞ്ഞപ്പോഴേ നമ്മളെ നൂറിന്റെ മുഖഭാവം ശ്രദ്ധിച്ചെന്ന് വെച്ച് അജ് ശ്രദ്ധിച്ചീന്ന. ഞാൻ അവിടെ സൂറാനോട് വർത്താനം പറയാന്നുണ്ടെങ്കിൽ ഓളെ മുഖഭാവം ഞാൻ നല്ലോണം ശ്രദ്ധിച്ച്. ഇജത് ശ്രദ്ധിച്ചീന്ന. ആ, ഇന്റെ പതിരീങ്ങളെ, ഞാൻ അങ്ങോട്ട് പോരുന്ന തിടുക്കത്തില് അതൊന്നും നോക്കിയില്ല. ഇത് സൂറാത്ത പറഞ്ഞ ആ ഒരു സന്തോഷത്തില് മോനെ കണ്ടപ്പോ എന്റെ തൊള്ളേന്ന് അങ്ങോട്ട് വീണ് പോയതാണ്. ഇന്ന് ഞാൻ നല്ലോണം ശ്രദ്ധിച്ചോളം മുഖഭാവം. ഇക്ക് തോന്നുന്നതേ അന്റെ മരുവനുണ്ടല്ലോ നൂറനോട് പറഞ്ഞിട്ടില്ല തോന്നണേ 5 ലക്ഷം വാങ്ങാനുള്ള പൈസ ഓനാണ് സഹായിച്ചിക്കണെന്നുള്ളത്. അത് ഓരും ബ്രോക്കർമാരും എല്ലാരും കൂടി ഉള്ള ഒരു ഒത്തുകളിയാ തോന്നണേ. ഞമ്മളെ നൂറ് അത് അറിഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നത് ഓളം മുഖഭാവൊക്കെ പാടെ കണ്ടപ്പോ. ആ, ഞാൻ ആ കാര്യം അത്ര കണ്ട ആലോചിച്ചിലും മൂത്തമ്മ. ഞാൻ അവിടുന്ന് ആ പോരുന്ന തിരക്കിലും പിന്നെ ഓനും കൂടി കണ്ട സൂറാത്ത പറഞ്ഞ സന്തോഷത്തില് ഒക്കെ പാടെ അങ്ങോട്ട് ചോദിച്ചതാണ്. ഇതിപ്പോ നൂറൊക്കെ അറിയില്ല എന്നുള്ളതൊന്നും ഞാൻ അത്രക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. ഇല്ലാത്തൊരു കട്ടക്കാലായല്ലോ ഇപ്പത്. അല്ലെങ്കിലേ അന്റെ നാവിന് തീരെ ലൈസൻസ് ഇല്ലാതായിക്കണം ഇപ്പൊ. അല്ലെങ്കിൽ ഇപ്പൊ അന്റെ മരുവനോടെ നൂറിന്റെ മുന്നിൽ നിന്ന് ഒറ്റയടിക്ക് ഇപ്പൊ അത് പറയേണ്ട കാര്യം ഉണ്ടായിന്ന എനിക്ക്? അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിന്ന? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ നിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? നാവേ പറയേണ്ടടുത്ത് മാത്രം പറയാൻ പാടുള്ളൂ. സൂക്ഷിക്കേണ്ടടുത്ത് സൂക്ഷിക്കന്നെ വേണം സ്വന്തം നാവിനെ. അത് ഇന്റെ ആളിപ്പോ ആലോചിച്ചോ? വല്ലാത്തൊരു കട്ടക്കാലായല്ലോ ഇപ്പൊ അത്. അല്ലെങ്കിൽ ഉണ്ടല്ല അറ്റത്ത് നോക്കിയാണ്ടേ ഇങ്ങനെ തൊള്ളിയും പൊളിച്ച് നോക്കി നിക്കണ്ടേ വരും ഇതുപോലെ. അല്ലെങ്കിലും തൊള്ളക്കൊരു ലൈസൻസ് ചെയ്യാത്തൊരു പെണ്ണ്. ഞാൻ ഓർത്തിട്ട് വരാം, അപ്പുറത്ത് കൂടെ വരാം. ഇത് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേ ഈ വാതിൽ അങ്ങോട്ട് അടച്ചാളാം. പൂച്ചകൾ കയറിയാണ്ടേ അള്ള മീനൊക്കെ കണ്ടെടുത്ത് തിന്നു. ഞാൻ നോക്ക്. എന്റെ മതിരിങ്ങളെ ആലോചിച്ചാതാണല്ലോ. അല്ലെങ്കിൽ ആവശ്യം നേരത്തെ എന്റെ നാവ് ഒതുങ്ങി നിൽക്കൂല. അല്ലെങ്കിലും ആ പെണ്ണിന് ദേഷ്യം കുറച്ച് കൂടുതലാണ്. ഇനിയിപ്പോ ആ ചെക്കനോട് ഒന്നും പറഞ്ഞ് തല്ലുണ്ടാക്കുകയാണാവോ. അതാരും വേണ്ടിയില്ല. എന്നല്ലെങ്കിൽ നാളെ പോളെ അറിയേണ്ടത് തന്നെയല്ലേ. അറിയാതിരിക്കൊന്നും ചെയ്യലപ്പോ അതൊന്നും. എത്ര കാലിച്ചിട്ടാണ് പോവാന് ഓളർന്ന് മറിച്ച് വെക്കല്. ഒരാളർന്ന് അങ്ങനെ ഇങ്ങനെ അതൊക്കെ അറിയില്ല. എന്നോട് തെച്ച് കാണാം.